ഡ്രോപ്സ് ഓഫ് ചേഞ്ച് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഠന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളും ക്ലാസ്സുകളുമാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ 1ാം യൂണിറ്റിലെ 3ാം അധ്യായമാണ്. ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി ആൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ആൻഡ് ദിസ് സ്റ്റോറി വാസ് റിട്ടൺ ബൈ R.K. നാരായൺ. ഹീ ഈസ് ആൻ ഇന്ത്യൻ റൈറ്റർ. ഇനി നമുക്ക് എഴുത്തുകാരനെ ഒന്ന് പരിചയപ്പെടാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ 26ാമത്തെ പേജിൽ എഴുത്തുകാരനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. R.K. നാരായൺ ഈസ് എ വെൽ നോൺ ഇന്ത്യൻ റൈറ്റർ ഇൻ ഇംഗ്ലീഷ്. ഹീ റോട്ട് several novels and short stories that won him many awards. They deal with the peculiarities of human relationship and the realities of Indian life. Most of the novels are set in the imaginary South Indian town of മാൽഗുഡി. ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന് നിരവധി ചെറുകഥകളും നോവലുകളും ധാരാളം അവാർഡുകൾ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാം അദ്ദേഹത്തിൻ്റെ ചെറുകഥകളിലും നോവലുകളിലും എല്ലാം മനുഷ്യബന്ധത്തിൻ്റെ പ്രത്യേകതകളും ഇന്ത്യൻ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളുമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥകളിലെല്ലാം ഒരു ടൗൺ വരുന്നുണ്ട്. അതൊരു സാങ്കല്പിക ടൗണാണ്. ടൗണിൻ്റെ പേരെന്താണ്? മാൽഗുഡി. ദക്ഷിണേന്ത്യയിലെ മാൽഗുഡി എന്ന സാങ്കല്പികമായ സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ മിക്ക നോവലുകളും സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് എഴുത്തുകാരനെ കുറിച്ചുള്ളത്. നൗ ലെറ്റ്സ്. Nature abounds with plants, trees, birds, insects, animals, etc. Aren't the animals and birds also the inheritors of the earth like us? Don't they have the right to live on this earth as we have? If you find a snake in your garden or premises, what will you do? Here is an interesting story. Read on. സസ്യങ്ങൾ, മരങ്ങൾ, പക്ഷികൾ, പ്രാണികൾ, മൃഗങ്ങൾ മുതലായവയെല്ലാം ഈ പ്രകൃതിയിൽ നിറഞ്ഞു നിൽക്കുന്നു. നമ്മളെപ്പോലെ തന്നെ മൃഗങ്ങളും പക്ഷികളും ഭൂമിയുടെ അവകാശികളാണോ? നമ്മൾ മനുഷ്യരെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവർക്ക് അവകാശമുണ്ടോ? നിങ്ങളുടെ വീട്ടിലെ പൂന്തോട്ടത്തിലോ പരിസരത്തിലോ ഒരു പാമ്പിനെ കണ്ടെത്തിയാൽ എന്ത് ചെയ്യും? ഇവിടെ നമ്മൾ അത്തരത്തിലുള്ള രസകരമായൊരു കഥയാണ് കാണുന്നത്. നമുക്ക് ആ കഥയൊന്ന് വായിച്ചു നോക്കാം. എ സ്നേക്ക് ഇൻ ദ ഗ്രാസ്. R.K. നാരായൺ. It was a sunny afternoon. The inmates of the bungalow were at their siesta. A cyclist rang his bell at the gate frantically and shouted, "A big cobra has got into your compound. It crossed my wheel." He pointed to its track under the gate and resumed his journey. അപ്പം സൂര്യപ്രകാശമൊക്കെയുള്ള പ്രസന്നമായ ഉച്ച കഴിഞ്ഞ സമയമായിരുന്നു. ദ ഇൻമേറ്റ്സ് ഓഫ് ദ ബംഗ്ലാവ്. ഇൻമേറ്റ്സ് ഓഫ് ദ ബംഗ്ലാവ് എന്ന് പറഞ്ഞാൽ ബംഗ്ലാവിലെ അന്തേവാസികൾ അല്ലെങ്കിൽ ബംഗ്ലാവിൽ താമസിക്കുന്നവർ. അവർ എന്തെടുക്കുമായിരുന്നു? അവരെല്ലാം ഉച്ചമയക്കത്തിലായിരുന്നു. സിയസ്റ്റ എന്ന് പറഞ്ഞാൽ ഉച്ചമയക്കം. ആ സമയം ഒരു സൈക്കിൾ യാത്രികൻ അവരുടെ ഗേറ്റിന് മുൻപിൽ സൈക്കിൾ നിർത്തി. എന്നിട്ട് ബെല്ലടിച്ചുകൊണ്ട് ഭ്രാന്തമായി അലറി, അല്ലെങ്കിൽ ഉച്ചത്തിൽ ഒച്ച വെച്ചു, ശബ്ദം പുറപ്പെടുവിച്ചു. ഫ്രാങ്ക്റ്റിക്കലി ആൻഡ് ഷൗട്ടഡ് എന്ന് പറഞ്ഞാൽ ഭ്രാന്തമായി അലറുക എന്നാണ്. എൻ്റെ ചക്രത്തെ മറികടന്ന് ഒരു വലിയ മൂർഖൻ അല്ലെങ്കിൽ സർപ്പം നിങ്ങളുടെ മുറ്റത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. എ ബിഗ് കോബ്ര ഹാസ് ഗോട്ട് ഇൻ ടു യുവർ കോമ്പൗണ്ട്. ഒരു വലിയ മൂർഖൻ നിങ്ങളുടെ മുറ്റത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. എന്നിട്ട് ഗേറ്റിനടിയിലൂടെയുള്ള ആ പാമ്പിൻ്റെ പാത അല്ലെങ്കിൽ പാമ്പ് പോയ വഴി ചൂണ്ടിക്കാണിച്ചതിന് ശേഷം അയാൾ തൻ്റെ യാത്ര തുടർന്നു. ഇനി ദ ഫാമിലി കൺസിസ്റ്റഡ് ഓഫ് ദ മദർ ആൻഡ് ഹെർ 4 sons. They were greatly agitated to hear the news. Soon they assembled at the gate. Their old servant Dasa was sleeping in the shed. They shook him out of his sleep and told him about the arrival of the cobra. അപ്പോൾ ഇനി ആ ബംഗ്ലാവിലെ ഫാമിലി, ആ ബംഗ്ലാവിലെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അവിടെ അമ്മയുണ്ട്, ആ അമ്മയുടെ 4 മക്കളുണ്ട്. അവരെല്ലാം ഈ സൈക്കിളുകാരൻ്റെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ട്
ആ വാർത്ത, പാമ്പ് തങ്ങളുടെ മുറ്റത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട് എന്ന വാർത്ത കേട്ട് അവരെല്ലാം ആകെ അസ്വസ്ഥരായി. എജിറ്റേറ്റഡ് എന്ന് പറഞ്ഞാൽ അസ്വസ്ഥരാവുക. പെട്ടെന്ന് തന്നെ ഗേറ്റിന്റെ അവിടെ അവരെല്ലാം ഒത്തുചേർന്നു. ബംഗ്ലാവിലെ വൃദ്ധനായ ജോലിക്കാരൻ, ആ ജോലിക്കാരന്റെ പേരെന്താണ്? ദാസ. ബംഗ്ലാവിലെ വൃദ്ധനായ ജോലിക്കാരൻ ദാസ ആ സമയം ഷെഡിനുള്ളിൽ ഉറങ്ങുകയായിരുന്നു. അവർ ചെന്ന് ഉറങ്ങിക്കിടന്ന അയാളെ കുലുക്കി വിളിച്ച് ഉണർത്തി. ദേ ഷുക്ക് ഹിം ഔട്ട് ഓഫ് ഹിസ് സ്ലീപ്പ്. ആ ദാസേനെ അവരെല്ലാം ചെന്ന് കുലുക്കി വിളിച്ച് ഉണർത്തി. ആൻഡ് ടോൾഡ് ഹിം അബൌട്ട് ദ അറൈവൽ ഓഫ് കോബ്ര. എന്നിട്ട് ആ പാമ്പിന്റെ വരവിനെ കുറിച്ച്, അല്ലെങ്കിൽ പാമ്പ് തങ്ങളുടെ മുറ്റത്തേക്ക് പ്രവേശിച്ചതിനെ കുറിച്ച് പറഞ്ഞു. There isn't any cobra here, he replied. ഇവിടെ സർപ്പമൊന്നുമില്ല. And tried to dismiss the matter. എന്നും പറഞ്ഞുകൊണ്ട് അവനെ ദാസയെ വിഷയത്തെ അങ്ങോട്ട് ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ഇനി they swore at him and wanted him to be serious. The thing is somewhere here. If it is not found before the evening, we will dismiss you. You don't seem to care for the garden. അപ്പൊ പാമ്പ് വന്നിട്ടുണ്ട് എന്ന് അവരെല്ലാം ദാസയോട് പറഞ്ഞപ്പോൾ ദാസ അത് വിശ്വസിച്ചില്ല, അല്ലെങ്കിൽ ദാസ അത് സമ്മതിച്ചില്ല. ഇവിടെ പാമ്പൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ദാസ വിഷയത്തെ ഒഴിവാക്കാൻ ശ്രമിച്ചു. അവർ ഉറച്ചു പറഞ്ഞു, ഇവിടേക്ക് പാമ്പ് വന്നിട്ടുണ്ട്, നീ സീരിയസ് ആകണം, നീ ഈ കാര്യം ഗൗരവമായി എടുക്കണം. കാരണം പാമ്പാണ്, കടിച്ചാൽ ആള് മരിക്കും. ആ സാധനം ഇവിടെ എവിടെയോ ഉണ്ട്. നീ ഈ പൂന്തോട്ടത്തെ ശരിക്കും ഒന്നും പരിപാലിക്കുന്നില്ല എന്ന് തോന്നുന്നു. സന്ധ്യയ്ക്ക് മുമ്പ്, അല്ലെങ്കിൽ വൈകുന്നേരത്തിന് മുൻപ് നീ ആ പാമ്പിനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഞങ്ങൾ നിന്നെ പിരിച്ചുവിടുമെന്ന് മക്കളെല്ലാം ദാസയോട് പറഞ്ഞു. കാരണം പാമ്പ് കയറിപ്പോയ ആ മിറ്റമെല്ലാം പുല്ലും പള്ളയും പിടിച്ച് കിടക്കുകയായിരുന്നു. സെർവൻ്റായ ദാസ അതൊന്നും വൃത്തിയാക്കിയിരുന്നില്ല. അതുകൊണ്ടാണ് ദാസനെ അവരെല്ലാം കുറ്റപ്പെടുത്തുന്നത്. ഇനി some neighbors dropped in. They looked accusingly at Dasa. You have the laziest servant on earth, they said. You ought to keep the surroundings tidy. I have been asking for a grass cutter for months, Dasa said in one voice. They ordered him to manage with the available things and learn not to make demands. അപ്പോൾ അയൽക്കാരിൽ ചിലർ അങ്ങോട്ട് വന്നു. കാരണം അപ്പുറത്തെ വീട്ടിലെ ഒച്ചപ്പാടും ബഹളവും അവരുടെ തിടുക്കവും എല്ലാം കണ്ടപ്പോഴത്തേക്കും അയൽക്കാരെല്ലാവരും കൂടി അതെല്ലാം കണ്ട് അങ്ങോട്ട് വന്നു. അവരെല്ലാം ദാസയുടെ നേരെ ഒരു തെറ്റുകാരനെ പോലെ നോക്കി. അക്വിസിംഗ്ലി അറ്റ് ദാസ എന്ന് പറഞ്ഞാൽ ദാസേനെ ഒരു തെറ്റുകാരൻ, ദാസ എന്തോ തെറ്റ് ചെയ്തിട്ട് നിൽക്കുവാണെന്നുള്ള രീതിയിലാണ് അയൽക്കാരെല്ലാം ആ ദാസേനെ നോക്കിയത്. എന്നിട്ട് പറയുകയാണ്, യു ഹാവ് ദ ലേസിയസ്റ്റ് സെർവൻറ്റ് ഓൺ എർത്ത്. ഈ ഭൂമിയിലേക്കും വെച്ച് ഏറ്റവും മടിയനായ വേലക്കാരനാണ് നിങ്ങൾക്കുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? വീടിന്റെ പരിസരവും ചുറ്റുപാടുകളും എല്ലാം കൃത്യമായി വൃത്തിയാക്കിയിടേണ്ട ചുമതല ദാസയ്ക്കായിരുന്നു. പക്ഷെ ദാസ അതൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാണ് അയൽക്കാർ ദാസേനെ കുറ്റപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിന് മറുപടിയായിട്ട് ദാസ ഒറ്റ ശബ്ദത്തിൽ പറയുകയാണ്. എന്താണ് പറഞ്ഞത്? ഒരു പുല്ലുവെട്ടി മേടിച്ചു തരാൻ മാസങ്ങളായി ഞാൻ നിങ്ങളോട് പറയുന്നു. I have been asking for a grass cutter for months. അപ്പോൾ നിങ്ങൾ എന്താണ് എന്നോട് പറഞ്ഞത്? ഉള്ള സാധനമെല്ലാം കൊണ്ട് കാര്യങ്ങൾ നടത്തിക്കോണം, ഇങ്ങോട്ട് കൂടുതൽ ഡിമാൻഡ് ഒന്നും വെക്കണ്ട എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ എന്ന് ദാസ പറയുകയാണ്. Meanwhile, more neighbors assembled. They began discussing snake menace and the dangers of snake bite. They began helping the neighbor in every possible way. They tucked up their dhotis, seized every available knife and crowbar, and began to hack the garden. അപ്പോൾ അന്നേരത്തേക്കും കൂടുതൽ അയൽക്കാർ അവിടേക്ക് എത്തിച്ചേർന്നു. അവരെല്ലാം അങ്ങോട്ട് വന്നിട്ട് പാമ്പിൻ്റെ ശല്യങ്ങളെക്കുറിച്ചും പാമ്പ് കടിച്ചാലുള്ള അപകടത്തെക്കുറിച്ചും പരസ്പരം ചർച്ചകൾ നടത്തി. അവരെല്ലാം അയൽക്കാരെല്ലാം തങ്ങളാൽ കഴിയും വിധം പാമ്പിനെ തിരയാൻ കൂടി. എങ്ങനെയാണ് അവർ തിരയാൻ കൂടിയത്? They tucked up their dhotis. അവരവരുടെ മുണ്ടൊക്കെ മടക്കി കുത്തി. Seized every available knife. അവിടെ ഉള്ള അല്ലെങ്കിൽ കിട്ടാവുന്ന കത്തികളെല്ലാം അവർ സംഘടിപ്പിച്ചു. അതുമാത്രമാണോ? കൗബാർ എന്താണ്? കൗബാർ എന്ന് പറഞ്ഞാൽ ഇരുമ്പ് പാരയാണ്.
കൗബാർ എന്ന് പറഞ്ഞാൽ ഇരുമ്പ് പാര. അപ്പോൾ അവർ മുണ്ടെല്ലാം മടക്കി കുത്തി കിട്ടാവുന്നത്ര കത്തിയും ഇരുമ്പ് പാരയും വടികളും ഒക്കെ ആയിട്ട് ആ തോട്ടം അല്ലെങ്കിൽ ആ ഗാർഡൻ, ആ പൂന്തോട്ടം മൊത്തം വെട്ടിത്തെളിക്കാൻ തുടങ്ങി. ക്രീപ്പേഴ്സ്, ബുഷസ് ആൻഡ് ലോൺസ് വെർ ലേഡ് ലോ. What could not be trimmed was cut to the root. The inner walls of the house brightened with unobstructed glare streaking in. When there was nothing more to be done, Dasa asked triumphantly, "Where is the snake?" അപ്പോൾ പടർന്നു നിന്ന വള്ളിച്ചെടിയും കുറ്റിക്കാടുകളും പുല്ലുകളും എല്ലാം അവർ വെട്ടിയിട്ടു. വെട്ടി ഒരുക്കാത്തതിൻ്റെ എല്ലാം വേരടക്കം മുറിച്ചു. പരിസരത്തെ കാടും പള്ളയും ഇല്ലാതായപ്പോൾ പരിസരത്തെ ആ ഒരു മുറ്റത്തുള്ള കാടും പള്ളയും എല്ലാം ഇല്ലാതായപ്പോൾ തന്നെ തടസ്സമില്ലാത്ത തിളക്കമാർന്ന പ്രകാശ കിരണങ്ങൾ കൊണ്ട് വീടിൻ്റെ അകത്തെ ഭിത്തികൾ പ്രകാശിച്ചു, അല്ലെങ്കിൽ തെളിച്ചമുള്ളതായി തീർന്നു. ഇനി ഒന്നും ചെയ്യാനില്ല, കാരണം ഗാർഡൻ അങ്ങോട്ടാണ് പാമ്പ് കയറിപ്പോയത്. അപ്പം നാട്ടുകാരും അയൽക്കാരും വീട്ടുകാരും എല്ലാം കൂടി ചേർന്ന് അവിടെ മൊത്തം വെട്ടി വൃത്തിയാക്കി പുല്ലും കുറ്റിച്ചെടികളും എല്ലാം തല്ലി തകർത്ത് അതെല്ലാം തെളിച്ചപ്പം ആ വീടിൻ്റെ അകത്തേക്കുള്ള അകത്തെ ഭിത്തിയിലേക്ക് സൂര്യപ്രകാശം നല്ല രീതിയിൽ അടിച്ചു. അവിടെയെല്ലാം തെളിഞ്ഞു, നല്ല തെളിച്ചം അങ്ങോട്ട് വന്നു. അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ദാസ ഒരു വിജയഭാവത്തിൽ, എങ്ങനെയാണ്? ദാസ ആസ്ക്ഡ് ട്രംപന്റ്ലി, "Where is the snake?" എവിടെയാണ് പാമ്പ് എന്ന് ദാസ ചോദിച്ചു. Now an old beggar cried for alms at the gate. They told her that they were busy with snake hunt. On hearing it, the old woman became happy. "You are fortunate. It is God himself who has come to visit you. Don't kill the snake." Mother was in hearty agreement. "You are right. I forgot all about the promised Abhishekam." This is the reminder. She gave a coin to the beggar who promised to send a snake charmer as she went. അപ്പോൾ ഇനി ആ സമയമായപ്പോഴത്തേക്കും ഒരു ഭിക്ഷക്കാരി, ബെഗർ എന്ന് പറഞ്ഞാൽ യാചകൻ അല്ലെങ്കിൽ യാചക, ധർമ്മത്തിന് വേണ്ടി നമ്മുടെ വീടുകളിലൊക്കെ വരുന്ന അവർ. അപ്പോൾ അന്നേരം ഒരു ഭിക്ഷക്കാരൻ ധർമ്മത്തിന് വേണ്ടി യാചിച്ചുകൊണ്ട്, ആൽംസ് എന്ന് പറഞ്ഞാൽ ധർമ്മത്തിന് വേണ്ടി യാചിച്ചുകൊണ്ട് ആ ബംഗ്ലാവിൻ്റെ ഗേറ്റിങ്കൽ വന്ന് വിളിച്ചു. അപ്പോൾ ആ ഭിക്ഷക്കാരിയുടെ വിളി കേട്ട്, കാരണം ബാക്കിയുള്ളവരെല്ലാം അവിടെ പണി വേണം, അപ്പോൾ അവർക്ക് അങ്ങോട്ട് ചെല്ലാനുള്ള സമയമില്ല, അവരെല്ലാം അവിടെ പാമ്പിനെ തിരഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ അവർ പറയുകയാണ്, "ഞങ്ങൾ ഇവിടെ ഒരു പാമ്പിനെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന തിരക്കിലാണ്, ഇപ്പോൾ വരാൻ സാധിക്കില്ല." അവിടെയുള്ളവർ ആ ഭിക്ഷക്കാരിക്ക് മറുപടി കൊടുത്തു. ഇത് കേട്ടതും ആ യാചകയായ സ്ത്രീ സന്തോഷിച്ചു. എന്നിട്ട് പറഞ്ഞു, "നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. യു ആർ ഫോർച്ചുനേറ്റ്. നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. ദൈവം നേരിട്ട് തന്നെ ആ പാമ്പിൻ്റെ രൂപത്തിൽ നിങ്ങളെ സന്ദർശിക്കാൻ വന്നതാണ്. You are fortunate. It is God himself who has come to visit you. അതിനെ കൊല്ലരുത്. Don't kill it. അതിനെ കൊല്ലരുത്. കാരണം എന്താണ്? അത് ദൈവം പാമ്പിൻ്റെ രൂപത്തിൽ നിങ്ങളെ കാണാൻ വന്നതാണ്, നിങ്ങളുടെ കുടുംബത്തെ സന്ദർശിക്കാൻ വന്നതാണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന സർപ്പ ആരാധനയെക്കുറിച്ചോ അല്ലെങ്കിൽ സർപ്പക്കാവുകൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളില്ലേ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പാമ്പിന് അല്ലെങ്കിൽ പാമ്പ് ദൈവമാണ്, അല്ലെങ്കിൽ ദൈവം പാമ്പിൻ്റെ രൂപത്തിൽ വന്നു. അപ്പം പാമ്പിന് പാല് കൊടുക്കുന്നതും പാമ്പിനെ പൂജിക്കുന്നതും എല്ലാം ആരാധനയുടെ ഭാഗമാണെന്ന് ഉള്ളൊരു വിശ്വാസം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി യാചകയുടെ ഇത്തരത്തിലുള്ള സംസാരം കേട്ടപ്പോൾ ബംഗ്ലാവിലെ അമ്മ ഹൃദയ ഐക്യം അല്ലെങ്കിൽ ഹൃദയത്തിൽ ഒരുമ വെച്ചുകൊണ്ട് പറഞ്ഞു. ഹേർട്ട്ലി എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഹൃദയ ഐക്യം എന്നാണ്, അല്ലെങ്കിൽ അതിനോട് പൂർണ്ണമായിട്ടും സമ്മതിച്ചു എന്നുള്ള അർത്ഥമാണ്. എന്നിട്ട് പറഞ്ഞു, "നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഞാൻ ഭഗവാന് നേരത്തെ നേർന്ന അഭിഷേകം നടത്താൻ മറന്നു. ഈ പാമ്പിൻ്റെ ആഗമനം അഭിഷേകം നടത്തേണ്ടത് ഓർമ്മിപ്പിക്കാൻ വന്നതാണ്" എന്ന് ബംഗ്ലാവിലെ അമ്മ പറഞ്ഞു. She gave a coin to the beggar who promised to send a snake charmer as she went. പാമ്പാട്ടിയെ അയക്കാം, അല്ലെങ്കിൽ യാചക പറയുകയാണ്, "ഞാൻ പോയിട്ട് ഒരു പാമ്പാട്ടി അയക്കാം." അങ്ങനെ യാചക പറഞ്ഞത് കേട്ടപ്പോഴത്തേക്കും
ആ ഭിക്ഷക്കാരിക്ക് അല്ലെങ്കിൽ യാചകയ്ക്ക് ബംഗ്ലാവിലെ അമ്മ ഒരു നാണയം നൽകി. Presently, an old man appeared at the gate and announced himself as the snake charmer. They gathered around him and spoke to them of his life and activities and his power over snakes. അപ്പോൾ താമസിയാതെ വൃദ്ധനായ ഒരു മനുഷ്യൻ താനൊരു പാമ്പാട്ടിയാണ് എന്ന് സ്വയം അറിയിച്ചുകൊണ്ട് അവിടേക്ക് പ്രത്യക്ഷനായി, അല്ലെങ്കിൽ ആ ഗേറ്റിങ്കിൽ എത്തി. അവിടെയുള്ളവർ ആ പാമ്പാട്ടിക്ക് ചുറ്റും കൂടി. ആ സമയം പാമ്പാട്ടി തൻ്റെ ജീവിതത്തെക്കുറിച്ചും തൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പാമ്പുകളുടെ മേലുള്ള തൻ്റെ ശക്തിയെക്കുറിച്ചും അവരോട് സംസാരിച്ചു. He spoke to them of his life and activities and his power over snakes. They asked admiringly, "How do you catch them?" Thus he said, pouncing upon an imaginary snake on the ground, they pointed at the direction in which the cobra has gone and asked him to go ahead. അപ്പോൾ അവിടെയുള്ളവർ ആരാധനാപൂർവം പാമ്പാട്ടിയോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് പാമ്പിനെ പിടികൂടുന്നത്? ആ സമയം പാമ്പാട്ടി ഒരു സാങ്കല്പിക സർപ്പത്തെ എടുത്ത് നിലത്തിട്ടു. ഹി പൗൺസിങ് അപ്പോൺ എ ഇമാജിനറി സ്നേക്ക്, ഒരു ഇമാജിനറി അല്ലെങ്കിൽ സാങ്കല്പികമായ ഒരു പാമ്പിനെ അല്ലെങ്കിൽ പാമ്പിൻ്റെ രൂപമുള്ള ഒന്നിനെ എടുത്ത് നിലത്തേക്ക് ഇട്ടു. അവിടെയുള്ളവർ പാമ്പ് പോയ ദിശ, ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ദിശ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പാമ്പാട്ടിയോട് മുന്നോട്ട് പോകുവാൻ ആവശ്യപ്പെട്ടു. ഇനി he looked helplessly and said, "If you show me the snake, I will catch it at once. Otherwise, what can I do? The moment you see it again, send for me. I live nearby." He gave his name and departed. അപ്പം ആ സമയം അത് കേട്ടപ്പോൾ പാമ്പാട്ടി നിസ്സഹായതയോടെ ചോദിച്ചു, നിങ്ങൾ ആ പാമ്പിനെ എനിക്ക് കാണിച്ചു തന്നാൽ ഒറ്റയടിക്ക് ഞാൻ അതിനെ പിടികൂടാം. അല്ലാത്ത പക്ഷം എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങൾ അതിനെ വീണ്ടും കാണുന്ന നിമിഷം തന്നെ എന്നെ അറിയിക്കുക. ഞാൻ ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത് എന്നും പറഞ്ഞ് പാമ്പാട്ടി തൻ്റെ പേര് പറഞ്ഞിട്ട് യാത്രയായി. The moment you see it again, send for me. I live nearby. He gave his name and departed. Departed എന്ന് പറഞ്ഞാൽ യാത്രയായി. At 5 in the evening, they threw away their sticks and implements and retired to the veranda to rest. 5 മണിയായപ്പോഴേക്കും അവരെല്ലാം തങ്ങളുടെ വടിയും മറ്റ് സാമഗ്രികളും ദൂരെ എറിഞ്ഞ് വിശ്രമിക്കാൻ വേണ്ടി വരാന്തയിലേക്ക് കയറി. They had turned up every stone in the garden and cut down every grass blade and shrub, so that the tiniest insect coming to the garden should have no cover. ഇനി ഒരു ചെറു പ്രാണിക്ക് പോലും ആ ഗാർഡനിലേക്ക് വന്നാൽ ഒളിച്ചിരിക്കാൻ സാധിക്കാത്ത വിധം അവരെല്ലാം ചേർന്ന്, ആൾക്കാരും വീട്ടുകളിലുള്ളവരും എല്ലാം ചേർന്ന് ആ പരിസരത്തെ കല്ലുകൾ എടുത്ത് ഉരുട്ടി മാറ്റുകയും കുറ്റിച്ചെടികളും പുല്ലിൻ്റെ നീണ്ടു പരന്ന ഇലകളും വെട്ടി വൃത്തിയാക്കുകയും ചെയ്തു. കട്ട് ഡൗൺ എവരി ഗ്ലാസ് ബ്ലേഡ് ആൻഡ് ഷാർപ്പ് എന്ന് പറഞ്ഞാൽ പുല്ലിൻ്റെ കുറ്റിച്ചെടികളിലും പുല്ലിൻ്റെ നീണ്ടു പരന്ന ഇലകളും വെട്ടി വൃത്തിയാക്കുകയും ചെയ്തു എന്നാണ്. They were loudly discussing various measures they would take to protect themselves against reptiles in future. അപ്പോൾ ഭാവിയിൽ, ഫ്യൂച്ചറിൽ എന്ന് പറഞ്ഞാൽ ഭാവിയിൽ അനവധി ഉരകങ്ങളിൽ നിന്നും സ്വയം രക്ഷപ്പെടാനുള്ള വിവിധ മാർഗങ്ങളെക്കുറിച്ച് അവർ അവിടെ ഇരുന്ന് ഉറക്കെ ചർച്ച ചെയ്തു. റെപ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ ഉരകങ്ങൾ. When Dasa appeared before them carrying a water pot, whose mouth was sealed with a slab of stone, he put the pot down and said, "I have caught him in this." അന്നേരം വേലക്കാരനായ ദാസ അവരുടെ മുൻപിലേക്ക് വന്നു, അല്ലെങ്കിൽ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. അവൻ്റെ കയ്യിൽ വായ ഭാഗം പരന്ന കല്ലുകൊണ്ട് സീൽ ചെയ്ത അല്ലെങ്കിൽ മൂടിക്കെട്ടിയ വിധത്തിൽ ഒരു വെള്ളക്കുടം ഉണ്ടായിരുന്നു. വാട്ടർ പോട്ട് എന്ന് പറഞ്ഞാൽ വെള്ളക്കുടം. ആ കുടം
താഴെ വെച്ചുകൊണ്ട് ദാസ പറഞ്ഞു, ഞാൻ അവനെ ആ സർപ്പത്തെ പിടിച്ച് ഇതിനകത്ത് ആക്കിയിട്ടുണ്ട്. He put the pot down and said, I have caught him in this. I saw him peeping out of it. I saw him before he could see me. He explained at length the strategy he had employed to catch and seal up the snake in the pot. ഞാൻ അവനെ പിടിച്ച് ഈ ഒരു വെള്ളക്കുടത്തിനാക്കിയിട്ടുണ്ട് എന്ന്, വെള്ളക്കുടത്തിൻ്റെ അകത്താക്കിയിട്ടുണ്ട് എന്ന് ദാസ പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇതിനുള്ളിൽ നിന്ന് അവൻ പുറത്തേക്ക് നോക്കുന്നത് ഞാൻ കണ്ടു. അവൻ എന്നെ കാണുന്നതിന് മുൻപ് ഞാൻ അവനെ കണ്ടു. എന്നിട്ട് പാമ്പിനെ പിടികൂടാൻ തന്നെ ഏൽപ്പിച്ച ദൗത്യത്തിൻ്റെ തന്ത്രങ്ങളും, സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ തന്ത്രങ്ങൾ, അതിനെ ഈ കുടത്തിലാക്കാൻ പെട്ട രീതിയും ദാസ അവരോട് വിശദമായി തന്നെ വിവരിച്ചു. കാരണം വൈകുന്നേരത്തിന് മുൻപ് പാമ്പിനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ നിന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കും എന്നാണല്ലോ ദാസയോട് ആ ബംഗ്ലാവിലുള്ളവർ പറഞ്ഞത്. അപ്പം ദാസ ഇപ്പോൾ പാമ്പിനെ വളരെ സാഹസികമായി പിടിച്ച് ഒരു വെള്ളക്കുടത്തിൻ്റെ അകത്ത്, അല്ലെങ്കിൽ വെള്ളം ശേഖരിക്കുന്ന കുടത്തിൻ്റെ അകത്ത് ആ പാമ്പിനെ പിടികൂടി ഇടുകയും അതിനെ ആ പാമ്പ് ആ കുടത്തിൽ നിന്ന് പുറത്തു പോകാതിരിക്കാൻ അതിൻ്റെ വായ ഭാഗത്ത് പരന്ന കല്ലെടുത്ത് കയറ്റി വയ്ക്കുകയും ചെയ്തു. അങ്ങനെ ആ പാമ്പിനെ പിടികൂടാൻ ദാസ നടത്തിയ വീരപരാക്രമ രീതിയെ they stood at a safe distance and gazed on the pot. Dasa had the glow of a champion on his face. Don't call me an elder hereafter, he said. Mother complimented him on his sharpness and wished she had placed some milk in the pot as a sort of religious duty. പാമ്പിരിക്കുന്ന അല്ലെങ്കിൽ പാമ്പിപ്പോൾ ഉള്ള ആ കുടത്തിൻ്റെ അരികിൽ നിന്നും ഒരു നിശ്ചിത ദൂരം അല്ലെങ്കിൽ ഒരു സേഫ് ഡിസ്റ്റൻസ് പാലിച്ച് എല്ലാവരും ആ കുടത്തിലേക്ക് നോക്കി. ഗേസ് എന്ന് പറഞ്ഞാൽ നോക്കുക. എല്ലാവരും ആ കുടത്തിലേക്ക് നോക്കി നിന്നു. അപ്പോൾ വിജയിച്ചവൻ്റെ തിളക്കം ദാസയുടെ മുഖത്ത് ഉണ്ടായിരുന്നു. ദാസ ഹാഡ് ദ ഗ്ലോ ഓഫ് എ ചാമ്പ്യൻ ഓൺ ഹിസ് ഫേസ്. എന്നിട്ട് പറയുകയാണ്, ഇനി മുതൽ അല്ലെങ്കിൽ ഇനി മേല എന്നെ അലസൻ എന്ന് വിളിക്കരുത്. എൽഡർ എന്ന് പറഞ്ഞാൽ അലസൻ എന്ന് വിളിക്കരുതെന്ന് ദാസ പറഞ്ഞു. ബംഗ്ലാവിലെ ആ അമ്മ ദാസന്റെ ഗുണത്തെ പ്രശംസിച്ചു. കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ പ്രശംസിക്കുക. ദാസയുടെ ഗുണത്തെ എല്ലാം പ്രശംസിച്ചു. എന്നിട്ട് ആരാധനയുടെ ഭാഗമായി അല്പം പാൽ കൂടെ ആ കുടത്തിൽ ഒഴിച്ചു കൊടുക്കണമെന്ന് ആ അമ്മ ആഗ്രഹിച്ചു. She had placed some milk in the pot as a sort of religious duty. He picked up the pot cautiously and walked off, saying that he could leave the pot and its content with the snake charmer living nearby. He became the hero of the day. They watched him in great admiration and decided to reward him adequately. ദാസ ആ കുടം ശ്രദ്ധയോടെ എടുത്ത് പൊക്കി. കോഷ്യസ്ലി എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടെ. എന്നിട്ട് എടുത്ത് പൊക്കി. ഞാൻ ഈ കുടവും അതിലെ സാധനവും അടുത്ത് താമസിക്കുന്ന പാമ്പാട്ടിയുടെ അടുക്കൽ കൊണ്ട് ഏൽപ്പിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് നടന്നു. ആ ദിവസത്തെ ഹീറോ ആയി ദാസ മാറി. തികഞ്ഞ ആദരവോടെ അവർ ദാസയെ നോക്കുകയും ഉചിതമായ പാരിതോഷികം അവന് നൽകാനും തീരുമാനിച്ചു. They watched him in great admiration and decided to reward him adequately. അപ്പോൾ വലിയ മതിപ്പുള്ളവനാണ് ദാസ എന്ന രീതിയിൽ അവർ ദാസയെ നോക്കുകയും ദാസയ്ക്ക് ഉചിതമായ പ്രതിഫലം നൽകാൻ അവർ ആഗ്രഹിക്കുകയും ചെയ്തു. കാരണം ദാസ വലിയൊരു കാര്യമാണ് ചെയ്തു വച്ചത്. Now, it was 5 minutes since Dasa had gone when the youngest son cried, "See there!" Out of a hole in the compound wall, a cobra emerged. It glided along towards the grate, paused for a moment to look at the gathering in the veranda with its hood half raised. അപ്പം ദാസ പോയിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആ കൂട്ടത്തിലെ ഇളയ മകൻ നിലവിളിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ ഒച്ചത്തിൽ വിളിച്ചു കൂവി. ഇത് കണ്ടോ, അവിടെയുള്ള മതിലിനുള്ളിലെ ദ്വാരത്തിൽ നിന്നും ഒരു സർപ്പം പുറത്തേക്ക് വന്നു. എമേർജ് എന്ന് പറഞ്ഞാൽ ഉയർന്നു വരിക അല്ലെങ്കിൽ കാണപ്പെടുക എന്നൊക്കെയാണ്.
ഇറ്റ് ഗ്ലൈഡഡ് എലോങ് ടുവേർഡ്സ് ദ ഗേറ്റ്. ഗ്ലൈഡഡ് എന്ന് പറഞ്ഞാൽ ഇഴഞ്ഞു. എന്നിട്ട് ആ പാമ്പ് ഗേറ്റിനടുത്തേക്ക് അല്ലെങ്കിൽ ഗേറ്റിന് നേരെ ഇഴഞ്ഞു. എന്നിട്ടോ പോസ്ഡ് ഫോർ എ മൊമെന്റ് ടു ലുക്ക് അറ്റ് ദ ഗ്യാതറിംഗ് ഇൻ ദ വരാന്ത വിത്ത് ഇറ്റ്സ് ഹാഫ് ഹുഡ് റേസ്ഡ്. അങ്ങനെ ഇഴയുന്ന വഴിക്ക് പാമ്പ് ഒരു നിമിഷം അല്ലെങ്കിൽ സർപ്പം ഒരു നിമിഷം അവിടെ നിന്നിട്ട് അതിൻ്റെ പത്തി, ഹുഡ് എന്ന് പറഞ്ഞാൽ പത്തി, അതിൻ്റെ പത്തി പകുതി ഉയർത്തി വരാന്തയിൽ കൂടി നിന്നവരുടെ നേരെ ഒന്ന് തിരിഞ്ഞു നോക്കി. ഇറ്റ് ക്രോൾഡ് അണ്ടർ ദ ഗേറ്റ് ആൻഡ് ഡിസപ്പിയർഡ് എലോങ് എ ഡ്രെയിൻ. വെൻ ദേ റിക്കവേർഡ് ഫ്രം ദ ഷോക്ക് they asked, "Does it mean there are two snakes here?" The college boy murmured, "I wish I had taken the risk and knocked the water pot from Dasa's hand. We might have known what it contained." അപ്പം സർപ്പം പുറത്തേക്ക് ഒരു നിമിഷം സർപ്പം അവിടെ നിന്ന് അതിൻ്റെ പത്തി പകുതി ഉയർത്തി വരാന്തയിൽ കൂടി നിന്നവരുടെ നേരെ ഒന്ന് നോക്കി. എന്നിട്ട് ഗേറ്റിനടിയിലൂടെ ഇഴഞ്ഞ് ഓവുചാലിൽ അപ്രത്യക്ഷമായി. ക്രോൾ എന്ന് പറഞ്ഞാൽ ഇഴയുക. അവരെല്ലാം ഞെട്ടി സ്തംഭിച്ച് നിൽക്കുകയായിരുന്നു. കാരണം എന്താണ്? പാമ്പ് ദാ പുറത്തേക്ക് ഇഴഞ്ഞു പോകുന്നു. ഒരു നിമിഷം പാമ്പ് അവിടെ നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ പാമ്പാണ്, സർപ്പമാണ്, വിഷമുണ്ട്, കടിച്ചാൽ മരിക്കും. അപ്പോൾ അവരെല്ലാം ഭയന്ന് നിൽക്കുകയായിരുന്നു, ഞെട്ടി സ്തംഭിച്ച് നിൽക്കുകയായിരുന്നു. ഞെട്ടൽ മാറിയ ശേഷം അവർ പരസ്പരം ചോദിച്ചു, അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇവിടെ 2 പാമ്പുകൾ ഉണ്ട് എന്നാണോ? കാരണം ആ വീട്ടിൽ ഓൾറെഡി ഒരു പാമ്പ് വന്നു, അതിനെ എല്ലാവരും ചേർന്ന് തപ്പിത്തെരഞ്ഞു നോക്കി, കിട്ടിയില്ല. അവസാനം ദാസ അതിനെ ഒരു കുടത്തിലാക്കിയിട്ടുണ്ട് എന്ന് പറയുകയും ആ കുടം കൊണ്ടുപോയി പാമ്പാറ്റിൻ്റെ അടുത്ത് ഏൽപ്പിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ദാസ പോവുകയും ചെയ്തു. അങ്ങനെ ദാസ പോയി കഴിഞ്ഞ് കൃത്യം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതാ കോമ്പൗണ്ടിൻ്റെ ഒരു മൂലയ്ക്ക് നിന്ന് വീണ്ടും ഒരു സർപ്പവും കൂടെ പുറത്തേക്ക് വന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ 2 പാമ്പുകൾ ഉണ്ട് എന്നാണോ? നമുക്ക് നോക്കാം. ആരായാലും പറയും അവിടെ 2 പാമ്പ് ചിലപ്പോൾ കാണും. പക്ഷെ അങ്ങനെ ആയിരുന്നോ? അല്ല. കോളേജിൽ പഠിക്കുന്ന കുട്ടി പിറുപിറുത്തു. മർമേഡ് എന്ന് പറഞ്ഞാൽ പിറുപിറുക്കുക. ദാസയുടെ കയ്യിലിരിക്കുന്ന ആ കുട ഒന്ന് തട്ടി താഴെ ഇട്ട് നോക്കണമല്ലോ. ആ സാഹസം എന്തായാലും ഞാൻ ഏറ്റെടുക്കാം. അതിനകത്ത് എന്താണുള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും ഒന്ന് അറിഞ്ഞിരിക്കാമെന്ന് കോളേജിൽ പഠിക്കുന്ന കുട്ടി പറയുകയാണ്. അപ്പോൾ ദാസയുടെ ജോലി പോകും. അങ്ങനെ ജോലി പോകാതിരിക്കാൻ വേണ്ടി ദാസ ഒരു പക്ഷേ കള്ളം പറഞ്ഞതായിരിക്കും. ദാസയുടെ കയ്യിലിരിക്കുന്ന കുടത്തിനകത്ത് പാമ്പിനെ പിടിച്ചിട്ടുണ്ടെന്നും അതിനെ ഞാൻ കൊണ്ടുപോയി പാമ്പാട്ടിയുടെ കയ്യിൽ ഏൽപ്പിച്ചോളാം എന്നും ദാസ പറഞ്ഞത് അവരെല്ലാം വിശ്വസിച്ചു. കാരണം ദാസയുടെ ജോലി പോകരുതല്ലോ, പാമ്പാണ്. അപ്പോൾ ആരും പോയിട്ട് ആ കുടം എന്തായാലും തുറന്നു നോക്കാനൊന്നും പോകുന്നില്ല എന്ന് ദാസയ്ക്ക് അറിയായിരുന്നു. അപ്പോൾ ദാസ ചിലപ്പം കള്ളം പറഞ്ഞതായിരിക്കും. അപ്പം ദാസ അങ്ങനെ കള്ളം പറഞ്ഞതാണോ? അപ്പം ദാസയുടെ കയ്യിലിരിക്കുന്ന കുടത്തിനകത്ത് എന്താണ് സത്യത്തിലുള്ളത് എന്നറിയാൻ വേണ്ടി ഇളയ കുട്ടി അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന ഇളയ കുട്ടി പറയുകയാണ്, ഞാൻ എന്തായാലും ദാസയുടെ കുടത്തിലൊന്ന് നോക്കാം. കാരണം ഇവിടെ ഒരു പാമ്പിനെ കണ്ടു. അപ്പം ദാസ പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്ന് അറിയണമെങ്കിൽ ദാസയുടെ കയ്യിലിരിക്കുന്ന ആ കുടം ഒന്ന് തട്ടി താഴെ ഇട്ട് നോക്കണം. എന്നാലല്ലേ ദാസ പറഞ്ഞത് സത്യമാണോ എന്നറിയാൻ പറ്റൂ. അതോ ഇനി ഈ വീട്ടിൽ 2 പാമ്പ് വന്നിരുന്നോ എന്നും അറിയാൻ സാധിക്കും. I wish I had taken the risk and knocked the water pot from Dasa's hand. We might have known what it contained. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു കൊച്ചു കഥ, എ സ്നേക്ക് ഇൻ ദ. ഇനി ഈ പാഠത്തിലെ വാക്കുകളും അവയുടെ അർത്ഥങ്ങളും നമുക്ക് നോക്കാം.